വൈകുന്നേരത്ത് കുഞ്ഞൻ പുറത്തോട്ട് പോയി കേട്ടോ. ഞാൻ പൂ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് മെയിനായിട്ട്. അങ്ങനെ ഇതാ പൂ മേടിച്ചു. മരുന്നൊക്കെ മേടിക്കണമായിരുന്നു എനിക്കും മോൾക്കുമൊക്കെ. അങ്ങനെ മരുന്നും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂവിന് വില ചോദിച്ചപ്പോൾ ഭയങ്കര വില കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. അതുകൊണ്ട് മുല്ലപ്പൂ ഒന്നും മേടിക്കണ്ട, നമുക്ക് അരളിപ്പൂ മതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം സെയിം ഞാൻ അരളിപ്പൂ തന്നെ ആട്ടോ മേടിച്ചത്. എന്നിട്ട് ഈ ഒരു നമ്മുടെ തുളസി ഇലയ്ക്കകത്ത് ചേർത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്തത്. അങ്ങനെ പൂ എടുത്ത് ഇതാ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് മോൾക്കൊരു സ്കേർട്ട് ഞാൻ തയ്ക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറേശ്ശെ ഇരുന്നിട്ട് തയ്ച്ചത്. ഇതൊരു അരമണിക്കൂർ പോലും വേണ്ടത് തയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിത് ഒരുപാട് സമയമെടുത്ത് 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് കുറേശ്ശെ തയ്ച്ചത്. കാരണം നമ്മളിനി അധികം നേരം ഇരുന്ന് കഴിഞ്ഞ് പിന്നെയും ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിക്കഴിഞ്ഞ പാടാണല്ലോ. ഈ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ടൈമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്യാനൊന്നും ഇരുന്നില്ല. അതുകൊണ്ട് എൻ്റെയും പിന്നെ കുഞ്ഞൻ്റെ ഒരു ജുബയും എനിക്കുള്ളൊരു ക്രോപ്പ് ടോപ്പും പിന്നെ മോൾക്കൊരു കുഞ്ഞുടുപ്പ് ക്രോപ്പ് ടോപ്പ് പോലെ അത് ഞാൻ പുറത്ത് തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്കേർട്ട് തയ്ക്കാമെന്ന് ഞാൻ കരുതിയത്. ഇത് നമുക്ക് അധികം നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഒറ്റ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് കഴിയും. കാരണം ഇതിൻ്റെ പ്ലേറ്റ്സ് ഇട്ട് അതും കുഞ്ഞു മോളല്ലോ, അതുകൊണ്ട് അധികം ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് തയ്ച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ അതിന് ഹുക്കൊക്കെ വെക്കണമായിരുന്നു. അതിന് ഹുക്കൊക്കെ വെച്ചു. ഒന്ന് തേച്ചൊക്കെ എടുത്തപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പുറത്ത് തയ്ച്ച ആ ഒരു ടോപ്പൊന്നും വണ്ണം കുറയ്ക്കണമായിരുന്നു. കാരണം ഇത്തിരി അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു ലൂസിട്ടായിട്ട് തയ്ച്ച് തന്നത്. അപ്പോൾ അതൊന്ന് വണ്ണം കുറച്ച് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മോൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ പിന്നെ പോപ്കോണും പിന്നെ ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് 2 എടുത്ത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ മോളെയും കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് അവളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കയ്യിൽ രണ്ടിലും നല്ല നഖമുണ്ട് കേട്ടോ. അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെട്ടിക്കൊടുക്കും. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ അതായിക്കൊണ്ടേയിരിക്കും. അവൾക്കാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ അവൾ മുഖമൊക്കെ ഇങ്ങനെ അള്ളി മാന്തും കേട്ടോ. എനിക്കും അള്ളി കിട്ടാറുണ്ട്. മുഖമൊക്കെ എൻ്റെയും കീറിയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ മുഖത്തെല്ലാം ഓരോരോ പാടുകളാണ്. ഇനി നഖം വെട്ടി കൊടുക്കണം. പിന്നെ മോളെ അങ്ങോട്ട് ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ പൂ വെട്ടാൻ ഒരുങ്ങിയത് കേട്ടോ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. അതുകൊണ്ട് എപ്പം വേണേലും എന്ത് വേണേലും ചെയ്യാം. വെളുക്ക് ഇങ്ങനെ ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗട്ടയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം മൂക്കിലെങ്ങാനും പിടിച്ചിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ വലിച്ചങ്ങ് കയറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് മണ്ടയ്ക്ക് കയറും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മൂക്കിലൂടെയൊക്കെ വരുന്ന കാണുമ്പോഴേ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ അവൾ ഉണർന്ന് നടക്കുവാണെങ്കിൽ ഞങ്ങൾ ഉറങ്ങത്തേ ഇല്ല. അവൾ നന്നായിട്ട് ഉറങ്ങി എന്ന് അറിഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത്. നല്ല പേടിയാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ഉറക്കം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഉറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനകത്ത് അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ നല്ല കുഞ്ഞനും അതേപോലെ തന്നെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാറി ഇങ്ങനെ ഉണർന്നിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് അങ്ങോട്ട് കിടത്തി. അവൾ അങ്ങോട്ട് കിടത്തിയപ്പോഴും ഉറക്കെയാണ് കിടത്തിയത്. അപ്പോഴേ അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞൻ അവിടെ തൊട്ടിൽ ആട്ടി ഇരിക്കുകയായിരുന്നേ. അങ്ങനെ ഞാൻ പൂവൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. നാളെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോളെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പം പുറത്തൊന്നും പോയില്ലെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, സീ യു.